ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചായയൊക്കെ ആയി വരുമ്പോഴേക്കും ചായേൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അവലും പഴമൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണാം. ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അവിലൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാനുണ്ട്. 1 കപ്പ് മട്ടയവൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്ക് നന്നായിട്ട് അത് നെയ്യിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞു വരും കേട്ടോ. ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ നല്ലോണം ഒന്ന് പൊടിഞ്ഞു വരും. ആ ഒരു പാകം വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ആയി വന്നിട്ടുണ്ടല്ലോ, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുന്നതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് 1-2 സെക്കൻഡ് ഇളക്കുമ്പോഴേക്കും പകുതി ഒന്ന് മൂത്ത് വരുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് വേർത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പഴുത്ത പഴമാണ്. അതൊന്ന് 4ആയിട്ട് കീറിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇറങ്ങിയും കൂടെ ചേർക്കാം. നല്ലോണം ഒരു കൈപ്പിടി തേങ്ങ ചേർക്കാം കേട്ടോ, 1/4 കപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിലേക്കുള്ള മധുരത്തിനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ചീകിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കല്ലും മണ്ണൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചീകിയ ശർക്കര ചേർക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയുമെങ്കിൽ അതൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ജാഗ്രി പൗഡർ വാങ്ങാൻ കിട്ടും, കല്ലും മണ്ണൊന്നും ചേർക്കുക. അത് വേണമെങ്കിൽ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പഴം ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യിൽ കിടന്നിട്ട് പഴം വാടി വരുമ്പോഴേക്കും നമ്മൾ ചേർത്തിരിക്കുന്ന ശർക്കരയൊക്കെ ഉരുക്കി പഴത്തിലേക്ക് പിടിച്ചോളേ. അത്യാവശ്യം നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ വേഗം തന്നെ പഴം വാടി കിട്ടും കേട്ടോ. പഴം വാടി അതുപോലെ തന്നെ തേങ്ങയിലേക്ക് ഈ ശർക്കരയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക ഒരു 3 എടുത്തിട്ട് പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചതും കൂടെ ചേർക്കാം. ജീരകപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഏലക്ക മാത്രമായാലും ചേർത്താൽ മതി. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴം ഏകദേശം ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് അവിൽ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ അവിൽ അവസാനം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കൂടിയും അവിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ, നല്ല മുരിഞ്ഞ് തന്നെ ഉണ്ടാകുന്നു. നമുക്കൊന്ന് കടിക്കാൻ കിട്ടും കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഇനി അതല്ല, നമുക്ക് ഈ അവിൽ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ, അതായത് ഈ തേങ്ങയൊക്കെ കിടക്കുന്ന പോലെ കുഴഞ്ഞ് കിടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂട്ടത്തിലേക്ക് അവിലും കൂടെ ചേർത്തിട്ടൊന്ന് അവിലൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴം ചേർത്ത് കഴിയുമ്പോഴേക്കും ആ അവിലൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ, ക്രിസ്പി ആയിട്ട് കിടക്കൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചായയൊക്കെ അപ്പുറത്ത് അടുപ്പിലായി വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പഴം വാട്ടിയതാണ്. ഇതിൽ നമ്മൾ അവിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത് അവിലില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിൽ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. പിള്ളേർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാകും കേട്ടോ. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ചായൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിൻ്റെ കൂടെ ഒരു മസാല ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ചതച്ചിടാനുണ്ട്. ഒരു 2 ഗ്രാമ്പു എടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ഏലക്കായും, ഒരു 3-4 മണി കുരുമുളകും, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇടികല്ലിട്ടിട്ടൊന്ന് ചതച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് തിളയ്ക്കട്ടെ, അതിൻ്റെ ഫ്ലേവർക്കൊന്ന് അതിലേക്ക് പിടിക്കട്ടെ കേട്ടോ വെള്ളത്തിലേക്ക്. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കാരണം നമ്മൾ ഈ ഒരു പഴം വാട്ടിയതിന് മധുരം ഉണ്ടല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാത്ത ചായ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പാൽ ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കാം, ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടൊരു മസാല ചായ ഉണ്ടാക്കുന്നുണ്ട് മാത്രം. ഇതെല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തിളപ്പിച്ച പാലും കൂടി ഒഴിക്കുക. 1 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് ചായ കിട്ടും ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ പഴം വാട്ടിയത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ.
പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.